ഏറെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധാരണകൾ പരത്തിയ ഒരു വാക്ക് തന്നെയാണ് സമുദായം. സമുദായം വിഭാഗീയതയോ സങ്കുചിതത്വമോ വംശീയ പക്ഷപാത ചിന്തയോ അല്ല. പ്രകൃതിയിലെ സഹജ വൈവിധ്യത്തിൻ്റെ സ്വാഭാവിക പരിണാമ ഫലങ്ങളാണ് വിവിധ സമുദായങ്ങൾ. നസ്രാണി നമ്മൾ എന്ന് പറയുന്നത് വി റിമെയിൻ ബിഗർ ദാൻ അവർ നമ്പേഴ്സ്. നമ്മളുടെ എണ്ണത്തേക്കാൾ നമുക്ക് വലിയ മഹത്വവും വലിയ സ്വാധീനവും ഈ രാജ്യത്തുണ്ട്. സ്വത്വ രാഷ്ട്രീയം പാടില്ലെന്ന നിലപാട് നാനാത്വത്തെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, അരുവിത്ര ഫൊറോന പള്ളി വികാരി, പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകലച്ച, സ്നേഹാദരണീയനായ ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവീലച്ചൻ, പാലാരൂപതയുടെ പ്രിയങ്കരനായ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നലച്ച, കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിമാനവും സമാധാനവുമായ സഭാതാരം മുൻ പ്രസിഡന്റ് ശ്രീ ജോൺ കച്ചറമറ്റം സാറ്, രൂപതാ പ്രസിഡന്റ് ശ്രീ ഇമ്മാനുവൽ നിഥീരി ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ കത്തോലിക്ക കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 106 വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ ആരംഭം കുറിച്ച കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് വമ്പിച്ച സമുദായ സമ്മേളനവുമായി അരുവിത്രയുടെ മണ്ണിൽ ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ജന്മവാർഷികാഘോഷ പരിപാടികളിലേക്ക് മഴയെ യന്ത്രവൽക്കരിച്ചുകൊണ്ട് കാലാവസ്ഥയുടെ പ്രതിസന്ധികളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ഹൃദയപൂർവ്വം പാലാരൂപതയിലേക്ക്, അരുവിത്രയുടെ മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നൂറ്റാണ്ടിന്റെ ചൈതന്യം പേറിക്കൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് ചരിത്രപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ച വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭം ഉൾപ്പെടെ, ഉത്തരവാദ പ്രക്ഷോഭം ഉൾപ്പെടെ, പൗരസമത്വവാദ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള അനവധിയായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കേരള മണ്ണിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട്, നേതൃത്വം വഹിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ കത്തോലിക്ക സമുദായത്തിലെ ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ നാട്ടിലെ ഹൈന്ദവനും ഈ നാട്ടിലെ മുസൽമാനും ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗത്തിനും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനായിട്ട് പ്രവർത്തിച്ച ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ്. പ്രിയപ്പെട്ടവരെ, ആ പ്രസ്ഥാനം ഈ നാളെ വരുന്ന കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷ അവകാശികൾ ധ്വംസിക്കപ്പെടുമ്പോൾ അവിടെ കടന്നു നിന്നുകൊണ്ട് അരുത് സർക്കാരെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിക്കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനായിട്ട്, നേതൃത്വം വഹിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ച ധീരമായിട്ടുള്ള നേതൃത്വവും ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഈ വാർഷികാഘോഷവേളയിൽ സ്മരിക്കപ്പെട്ടു പോവുകയാണ്. ഈ പ്രസ്ഥാനം പടുത്തുയർത്തുവാനായിട്ട് കഴിഞ്ഞ 106 വർഷ കാലഘട്ടമായി കേരളത്തിന്റെ മണ്ണിൽ, ഭാരതത്തിന്റെ മണ്ണിൽ, ലോകത്തിന്റെ മണ്ണിൽ അഹോരാത്രം പണിയെടുത്ത, രക്തം ഉയർത്ത നമ്മളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ സമ്മേളനം അരുവിത്രയുടെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഈ സമുദായത്തിന്റെ ശാക്തീകരണത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള നീതി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പള്ളിയോടൊപ്പം പള്ളിക്കുടം ആരംഭിച്ച് ആ പള്ളിക്കുടത്തിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ഈ നാട്ടിലെ നവോത്ഥാനത്തിലൂടെ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നാളുകളിലും ഈ നാട്ടിൽ ആ മാനവ സാഹോദര്യവും ആ മാനവ ചൈതന്യവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധ
സമർത്ഥരാണെന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് പ്രിയപ്പെട്ടവരെ ഈ അരുവിത്തറയിൽ നടത്തപ്പെടുന്നത്. ഒപ്പം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവ ജനവിഭാഗത്തിന്, കത്തോലിക്ക ജനവിഭാഗത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള നീതി നിഷേധിക്കുവാനായിട്ട് ഈ നാട്ടിലെ ആരെങ്കിലും, അത് സർക്കാരുകളായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, അവർ ശ്രമിച്ചാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് പ്രിയപ്പെട്ടവരെ ഈ അരുവിത്തറ മണ്ണിൽ നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ചരിത്രപരമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മാത്രം പ്രഖ്യാപിക്കട്ടെ. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഈ 106 വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ നാട്ടിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും ചേരുന്ന ഒരു സമുദായ ഐക്യം, സമുദായ ശക്തി രൂപീകരിച്ചുകൊണ്ട് നമ്മൾക്ക് നേരെ വരുന്ന ആ കൂരമ്പുകളെ കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന് മാത്രമല്ല, അതിനെ ഞങ്ങൾ ചെറുക്കുമെന്നും ഇവിടെ ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം അരുവിത്തറ മണ്ണിൽ ഇവിടെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സമയപരിമിതിയിൽ ഞാൻ ചുരുക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയങ്കരനായ അമരക്കാരൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നതും അവർകളാണ്. കഴിഞ്ഞ 27 വർഷ കാലഘട്ടമായി ഈ പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്നല്ല, ഭാരതത്തിന്റെ മണ്ണിൽ നിന്നല്ല, ലോകത്തിലെ 44 രാജ്യങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് രൂപീകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭാംഗങ്ങൾ എവിടെയുണ്ടോ അവിടെ ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ച് വളർത്തി നയിച്ച ബഹുമാനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളന വേദിയിൽ അധ്യക്ഷ പദവിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക പാലാരൂപതയുടെ അഭിമാനമായ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. കൈയടിച്ച് അഭിമന്യ പിതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാലാരൂപതയുടെ അഭിമന്യ പിതാവ് എന്നുള്ള നിലയിലപ്പുറത്തേക്ക് കേരളത്തിലെ സഭയുടെ, ലോകത്തെ സഭയുടെ, ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ദൈവശാസ്ത്രത്തിന് എന്ന നിലയിൽ ഈ സഭാ മക്കൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശവും ജാഗ്രതയും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സഭാവിശ്വാസികളെ ചേർത്ത് പിടിച്ചതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു കുറവും ഉണ്ടാകുന്ന ആഗ്രഹത്തോടുകൂടി ഏത് പ്രതിസന്ധിയെയും വെല്ലുവിളികളോട് നേരിട്ടുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും പതറാതെ നിന്നുകൊണ്ട് ഈ സഭാ വിശ്വാസികൾ ഒന്നടങ്കം സമൂലമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അഭിമന്യ പിതാവിനെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സീറോ മലബാർ സഭയുടെ അൽമായ കമ്മീഷന്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. തികഞ്ഞ നിർമ്മലനായി ജീവിക്കുന്ന ഒരു പിതാവ് എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ കർഷകരുടെ പ്രശ്നം, അത് വന്യമൃഗ ആക്രമണ വിഷയമായിക്കൊള്ളട്ടെ, കാർഷിക വിലത്തകർച്ചയായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ കടന്നു നിന്നുകൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നുള്ള ലോകത്തെല്ലാമുള്ള സീറോ മലബാർ വിശ്വാസികൾക്ക് ആശയും ആവേശവുമാണ്. എത്രയോ ശക്തമായിട്ടുള്ള പ്രബോധനങ്ങളിലൂടെ ഈ സമുദായത്തെയും ഈ സഭയെയും മുൻപിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ തോമസ് തറയിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അരുവിത്തറ പള്ളിയുടെ പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകല്ലേലച്ചൻ ഈ സമ്മേളനവും ഈ റാലിയും ഇവിടെ നടത്തുവാനായിട്ട് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾക്കും മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ നയിക്കുന്നത് ബഹുമാനപ്പെട്ട വെട്ടുകല്ലേലച്ചനാണ്. എത്രയോ ദിവസങ്ങളായിട്ട് അച്ഛൻ ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. അച്ഛന്റെ വലിയ പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയിലച്ചൻ, തലശ്ശേരി രൂപതയിൽ നിന്നുള്ള പാസ്റ്ററൽ കോർഡിനേറ്റർ കൂടിയായ ഫിലിപ്പച്ച്, ഇന്നാളുകളിലൊക്കെ മാധ്യമങ്ങളുടെ പ്രത്യേക ചാനലുകൾ വന്ന് ഈ കത്തോലിക്ക സമുദായത്തിന്റെ കർഷകരുടെ പ്രശ്നം എണ്ണി പറയുമ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് സർക്കാരുകൾ നിർബന്ധിതമാകുന്ന കാഴ്ചയാണ് കേരള സഭ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ പ്രസ്ഥാനത്തെയും ഈ സമുദായത്തെ നയിക്കുന്ന പ്രിയങ്കരനായ ഫിലിപ്പ് കവിയിലച്ചനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമുദായ സമ്മേളനവും ഈ റാലിയും ഇവിടെ നടത്തുന്നത് പാലാരൂപതയുടെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ചാരക്കുത്തേലച്ചന്റെ ചങ്കൂറ്റത്തിന് മുമ്പിൽ തന്നെയാണെന്ന് സംശയമില്ല.
അച്ഛൻ അഹോരാത്രം പണിയെടുത്ത് പാലായിലെ 172 പള്ളികളിൽ കയറിയിറങ്ങി പാലായിലെ മുഴുവൻ സമുദായാംഗങ്ങളെയും ഒരു സൈഡിൽ കോർത്തുകൊണ്ട് ഈ സമൂഹത്തിലെ എല്ലാം അരുവിത്തറയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒപ്പം കഴിഞ്ഞ 15 വർഷ കാലഘട്ടമായി കത്തോലിക്ക കോൺഗ്രസിലെ രൂപതാ ഡയറക്ടർ എന്ന നിലയിൽ കേരളത്തിൽ എന്നല്ല ലോകത്തെ എല്ലാ സീറോ മലബാർ പ്രസ്ഥാനങ്ങൾക്കും ആശയം കൊണ്ടും പ്രവർത്തനം കൊണ്ടും കർമ്മശേഷി കൊണ്ടും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസ് ചാരക്കുന്നാലച്ചനെ ഏറെ സ്നേഹത്തോടും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിമാനമായ ജോൺ കച്ചമറ്റൽ ഈ വേദിയിലുണ്ട്. സഭാതാരം എന്നുള്ളതിനപ്പുറത്തേക്ക് തികഞ്ഞ ഒരു ചരിത്രകാരൻ, അതിനപ്പുറത്തേക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്നു എന്ന് മാത്രമല്ല, ഇന്നും കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ കച്ചമറ്റൽ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഗ്ലോബൽ സമിതിയുടെ ഭാരവാഹികൾ, ഗ്ലോബൽ ട്രഷറർ ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ടെസ്സി ബിജു ഉൾപ്പെടെയുള്ള ഗ്ലോബൽ ഭാരവാഹികളായ ശ്രീമതി ട്രീസാലി സെബാസ്റ്റ്യൻ, ശ്രീ ബെന്നി ആന്റണി, ഡോക്ടർ ജോസുകുട്ടി വഴികയിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ ഉൾപ്പെടെയുള്ള ബഹുമാനരായ ഗ്ലോബൽ സമിതി ഭാരവാഹികൾ, രൂപതാ പ്രസിഡന്റുമാർ, നിരവധിയായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമ്മേളനത്തെ കടന്നു വരികയും ഈ സമുദായ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാകുകയും ചെയ്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് ഏവരെയും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമെന്നല്ല ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഈ ജനസാഗരമാണ് ഇപ്പോഴും മരമുറിയാതെ കടന്നു വരുന്ന അരുവിത്തറ സെന്റ് ജോർജ് കോളേജിന്റെ ഗ്രൗണ്ടിൽ നിന്നും ഇപ്പോഴും ഈ റാലിയുടെ അവസാന ഭാഗം ആരംഭിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ കടന്നു വന്നിരിക്കുന്ന ജനസാഗരം എന്ന് പറയുന്നത് ഈ അരുവിത്തറ മണ്ണിലേക്ക് കടന്നു വന്നത് നമ്മളുടെ സമുദായ വികാരം കൊണ്ടാണ്, നമ്മളുടെ സമുദായ സ്നേഹം കൊണ്ടാണ്. ഈ കാലഘട്ടങ്ങളെല്ലാം നമ്മളുടെ അധ്വാനം കൊണ്ടും ഊർജ്ജം കൊണ്ടും പണവും ചെലവാക്കിക്കൊണ്ട് ഈ സമുദായത്തിനും ഈ സമൂഹത്തിനു വേണ്ടിയും നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തന ശേഷിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഏവരെയും ഈ 106ാം ജന്മവാർഷികാഘോഷങ്ങളിലേക്ക് ഹൃദയപൂർവ്വം അരുവിത്തറ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ജയിക്കട്ടെ. നന്ദി ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ. നമ്മുടെ വേദിയുടെ ഇടതുവശത്തേക്ക് ജനങ്ങൾക്ക് കടന്നു നിൽക്കാവുന്നതാണ്, ഇവിടെ സൗകര്യമുണ്ട്. ആമുഖ പ്രസംഗത്തിനായി കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതയുടെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാർക്കുന്നേലിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവേ, യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട ബിജു സാറേ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയൊരു റാലി 106ാം ജന്മദിനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നടത്തുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? നമുക്കൊറ്റ വാക്കിൽ പറയാം, നമ്മുടെ സമുദായത്തിൻ്റെ ഐക്യവും നമ്മുടെ സമുദായത്തിൻ്റെ ശക്തിയും പ്രകടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ അവസരം. നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കുവാനും ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുമുള്ള വലിയ ആവേശം ഇവിടെ നമ്മൾ കാണുന്നു. മഴയെയും മറ്റ് പ്രതികൂല കാലാവസ്ഥയെയും തീർത്തും അവഗണിച്ച് ഈ റാലിയിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന പതിനായിരങ്ങളെയാണ്. സ്നേഹമുള്ളവരെ, ഓർക്കുക, ക്രൈസ്തവന്റെ ശക്തി നമ്മൾ മറന്നു പോകരുത്. അത് സ്വർഗത്തിന്റെ ശക്തിയാ. സഭ രൂപപ്പെട്ട കാലത്ത് 3 നൂറ്റാണ്ടുകൾ ഈ സമൂഹത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച ആളുകളുടെ മുൻപിൽ സ്വർഗത്തിന്റെ സാക്ഷ്യം നൽകിയ പുണ്യപ്പെട്ട പിതാക്കന്മാർ പഠിപ്പിച്ച, ജീവിച്ച, പകർന്നു തന്ന ആ പാരമ്പര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം ആദിമസഭയിലെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെയാണ്. നമുക്കറിയാം, മതമർദ്ദന കാലത്ത്, അന്യായമായി പീഡിപ്പിക്കുന്ന കാലത്ത്, യാതൊരു കാരണവുമില്ലാതെ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്ന കാലത്ത്, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി തീരുവാൻ അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം എഴുതിയ സപ്തലേഖനങ്ങളിൽ റോമാക്കാർക്ക് എഴുതിയ ഒറ്റ വചനം, റോമിലെ ആളുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമോ എന്ന് ചെറിയ സംശയം. ആ മക്കൾക്ക് എഴുതുകയാണ്, ഞാൻ റോമിലൂടെ കടന്നു വരുമ്പോൾ എനിക്ക് ലഭിക്കുവാൻ പോകുന്ന മഹാഭാഗ്യത്തിൽ നിന്ന് എൻ്റെ മക്കളെ നിങ്ങൾ എന്നെ
രക്ഷപ്പെടുത്തരുത്. ആ മഹാഭാഗ്യം അദ്ദേഹം പറയുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ പല്ലുകൾ കൊണ്ട് ചവച്ചരയ്ക്കപ്പെട്ട് ഈശോയുടെ ഗോതമ്പപ്പമായി തീരാൻ, പരിശുദ്ധമായ ഗോതമ്പപ്പമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ആവേശം. അങ്ങനെ നിർഭയം സാക്ഷ്യം വഹിച്ച പുണ്യപിതാക്കന്മാരുടെ നിർഭയത്വം കെട്ടടങ്ങിയിട്ടില്ല. നിർഭയരായി നമ്മൾ മുന്നേറുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ സമൂഹത്തെ അലട്ടുന്ന പല പ്രതിസന്ധികളുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഇന്ന് കാണുന്നത് കണക്കെടുക്കുമ്പോൾ ഒരു വീടിന് കൊച്ചാണ്, ഒരു കൊച്ച് തികഞ്ഞിട്ടില്ല. നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ കർത്താവിൻ്റെ കൽപ്പന അനുസ്മരിച്ചുകൊണ്ട് ത്യാഗപൂർണമായി ജീവിച്ചുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനി സമുദായത്തെ ബലപ്പെടുത്തി വളർത്തിയെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാതെ നമുക്ക് സംഭവിക്കുന്ന ഈ വലിയ വിപത്തിനെ നേരിടുവാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. വീണ്ടും നമുക്കറിയാം, ഈ സമുദായം പ്രാർത്ഥനാ നിർഭരമായി ഐക്യപ്പെടേണ്ട സമൂഹമാണ്. ആ ബോധ്യത്തിലേക്ക് ഇന്ന് സഭയും അഭിവന്യ പിതാക്കന്മാരും കടന്നു വന്നതുകൊണ്ട് പ്രാർത്ഥനാപരമായിട്ടുള്ള എല്ലാ ആശയങ്ങളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും സമന്വയപ്പെടുത്തി സഭ ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വിഘടിച്ചു നിൽക്കുന്നവർക്ക് അങ്ങനെ വിഘടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. സഭയാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ്. അവർ ഒറ്റക്കെട്ടായി ജീവിക്കണം. രാഷ്ട്രീയമായിട്ട് വേർതിരിഞ്ഞു നിന്ന് പോരാടുന്ന ഒരു സമൂഹമാകരുത് നമ്മുടേത്. നമുക്കറിയാം, ഏറ്റവും ദാരുണമായ കാഴ്ചയും അതാണ്. ചുരുക്കത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും ഐക്യത്തെയും ബാധിക്കുന്ന സകല തിന്മകളെയും പരിപൂർണമായി പരിവർജിക്കുവാനുള്ള ഉറച്ച തീരുമാനമെടുക്കുന്ന ദിവസമാണിന്ന്. ഈ വലിയ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതൊരു ആമുഖ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇവരെന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ്. പ്രസംഗിക്കേണ്ട പിതാക്കന്മാരൊക്കെയാണ്. ഇവിടെ സമയമൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ സമയം തീർന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ബഹുമാനപ്പെട്ട ഞാറക്കുന്നലച്ചന് നന്ദി പറയുകയാണ്. വിഷൻ സന്ദേശം നൽകുന്നതിനായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവീലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ 106-ാം ജന്മദിനത്തോടനുബന്ധിച്ച സമുദായ സമ്മേളനം ഈ പരിശുദ്ധമായ അരുവിത്തറയുടെ ദേവാലയമുറ്റത്ത് നടക്കുമ്പോൾ ഇതിന് അധ്യക്ഷത വഹിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ലം സാറേ, ഈ സമുദായ സമ്മേളനം എന്തുകൊണ്ടും ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും യോഗ്യനായ പാലാരൂപതയുടെ ആദരണീയനായ അഭിവന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, നമ്മളുടെയൊക്കെ ആവേശമായിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയെ സുധീരം നയിക്കുന്ന സീറോ മലബാർ സഭയുടെ ലൈറ്റി കമ്മീഷന്റെ അംഗമായിരിക്കുന്ന അഭിവന്യനായിരിക്കുന്ന ജോസ് പുളിക്കൽ പിതാവ്, ആധുനിക ക്രൈസ്തവരുടെ യുവത്വം തുളുമ്പുന്ന നേതൃത്വത്തിന്റെ അടയാളമായിക്കൊണ്ട് ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ നമുക്കൊക്കെ ആവേശം വിതറിക്കൊണ്ട് ഈ കേരള ജനതയെ മുഴുവൻ ആവേശത്തേരിലേറ്റുന്ന അഭിവന്യനായ തോമസ് തറയിൽ പിതാവേ, ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നൽ അച്ഛ, ബഹുമാന്യരായ വൈദികരെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ രൂപത ഫൊറവന ഇടവക തലത്തിലുള്ള ഭാരവാഹികളെ, ബഹുമാന്യരായ വൈദികരെ, എന്നോട് പറഞ്ഞിരിക്കുന്നത് വിഷൻ സന്ദേശം നൽകുവാനാണ്. ഞാൻ ആലോചിച്ചു, എന്ത് വിഷൻ സന്ദേശമാണ് ഞാൻ നൽകേണ്ടത്? വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കർക്ക് കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത് ഈ വിഷനായിരുന്നു. കാരണം ഈ കേരള സമൂഹത്തില് വിവിധങ്ങളായ മേഖലകളില് അവഗണനകൾ ഉണ്ടായപ്പോൾ ഒരു വിഷനില്ലാതെ നമ്മൾ സഹിഷ്ണുതയും ഇല്ലാതെ നിശബ്ദരായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പലരും അവഗണിച്ചത് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇന്ന് നമ്മൾക്കൊരു വിഷൻ ആവശ്യമാണ്. എന്താണ് വിഷൻ? ഈ സമുദായം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ശക്തമായ സമുദായമാണെന്ന്
കത്തോലിക്ക കോൺഗ്രസിലൂടെ പ്രവർത്തിച്ച് ജീവിച്ച് കാണിക്കുവാൻ നമ്മളൊക്കെ ചോരയിൽ തീർത്ത രക്തസാക്ഷികളുടെ മക്കളായ നമ്മൾക്ക് സാധിക്കുമെന്ന വിഷൻ ഈ നാട്ടിലെ നാട്ടുകാരെ, പൊതുസമൂഹത്തെ, സർക്കാരിനെ അറിയിക്കുവാൻ നമുക്ക് ശക്തിയുണ്ട് എന്നുള്ള വിഷൻ ആദ്യമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുപോലെ ഈ പൊതുസമൂഹത്തെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കന്റെ മേൽ ആർക്കും കുതിര കയറാവുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ കാലങ്ങളിൽ സംജാതമായപ്പോൾ കത്തോലിക്കന്റെ ജീവനേക്കാൾ പ്രധാനപ്പെട്ട വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് കുറവിലങ്ങാട് പള്ളിയിൽ വെച്ച് പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കണം. വിശ്വാസത്തിന് നേർക്കുതിരുന്ന ഏത് ചോദ്യത്തെയും ചങ്കുറപ്പോടെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ വളർന്നു വരണം. അത് പറഞ്ഞപ്പോൾ അഭിമന്യ പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ചില കുൽസിത ബുദ്ധികൾ ഈ കേരളത്തിലുണ്ടായി എന്നത് ലജ്ജാവഹമാണ്. ഇനി മുതൽ ഈ കത്തോലിക്ക സമുദായം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുമെന്നും അഭിമന്യ പിതാക്കന്മാരിലൂടെ ഈ സമുദായത്തിന്റെ ജീവശ്വാസമായ നസ്രാണി വിശ്വാസത്തെ ഏതറ്റം വരെയും പോകേണ്ടി വന്നാലും സംരക്ഷിക്കുമെന്ന് പറയുവാനാണ് ഈ കത്തോലിക്ക സമുദായ സംഗമമെന്ന് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരങ്ങനെ വിലകെട്ടവരല്ല. ഈ നാട്ടിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നു നൽകിയവരാണ് നമ്മൾ. ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഗവൺമെന്റ് ജോലികൾ അപ്രാപ്യമായിരുന്ന കാലഘട്ടത്തിൽ ആരാണ് ഇവിടെ ഗവൺമെന്റ് ജോലികൾ എല്ലാവർക്കും പ്രാപ്യമാക്കിയത് എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ കച്ചറമറ്റൻ സാറിനോട് ചോദിക്കണം. അദ്ദേഹം പറഞ്ഞു വരും, ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രം, 106 വർഷം ഈ കത്തോലിക്ക കോൺഗ്രസ് ഈ കേരളമെന്നിൽ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്ത നന്മകൾ എണ്ണി എണ്ണി പറയുവാൻ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള മഹനീയ വ്യക്തിത്വമാണ് ഈ ജോൺ കച്ചറമറ്റം സാറ്. ഈ അടുത്തിടയ്ക്ക് കോതമംഗലത്ത് ബഹുമാനപ്പെട്ട ഷെവലിയാർ തരീത് കുഞ്ഞിത്തമ്മന്റെ അനുസ്മരണ ദിവസം അവിടേക്ക് പോയപ്പോൾ ജോൺ സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ, നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന് ഈ മഹത് വ്യക്തിത്വം എന്താണ് ചെയ്തത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറല്ലേ, നമ്മുടെ ചരിത്രത്തിന്റെ വഴികൾ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസമില്ലാത്തത്, ആത്മവിശ്വാസമില്ലാത്തത്. ഈ നാട്ടിൽ നന്മകൾ വളരുവാൻ, ഈ നാട്ടിൽ വിമോചനമുണ്ടാകുവാൻ പ്രവർത്തിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അത് നമ്മൾ മറക്കരുത്. എൻ്റെ അപ്പൻ ഈ പാലാ പ്രദേശത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറിയവനാണ്. അദ്ദേഹം എന്നോട് കൊച്ചുനാളിലെ പറഞ്ഞു തരുമായിരുന്നു, അതിശക്തനായൊരു ഭരണാധികാരി ഈ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്നു. സർ സി പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ സർ സി പി അദ്ദേഹത്തിന്റെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവ സമുദായത്തിനെതിരായി പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് കാളാശ്ശേരി പിതാവ്, അതിനെ ചോദ്യം ചെയ്യുവാൻ തൻ്റെ ഇടമുള്ളവനായി ഈ സമുദായത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. കാളാശ്ശേരി പിതാവിനെ അറസ്റ്റ് ചെയ്യുവാൻ ആജ്ഞാപിച്ച സർ സി പി എന്ന ബലവാനായ മനുഷ്യന് നാണകെട്ട് പോകേണ്ടി വന്നത് നമ്മുടെ സമുദായത്തിന്റെ ചങ്കുറപ്പുള്ള കോട്ടക്കൊത്തകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ നമ്മുടെ സമുദായ നേതാക്കളെ, നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ സമുദായത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ സംരക്ഷിക്കേണ്ടത് ഇവിടെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഈ വലിയ സമ്മേളനത്തെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ ആരും കത്തോലിക്കിനെതിരെ കുതിര കയറാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അഭിമന്യ പിതാക്കന്മാരുടെ കൂടെ, നമ്മുടെ സമുദായ നേതാക്കന്മാരുടെ കൂടെ നമ്മളൊന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ മാസം 11-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്ന സാറിൻ്റെ കൂടെയും രാജീവ് സാറിൻ്റെ കൂടെയും നമ്മുടെ ആദരണീയരായ നേതാക്കന്മാരുടെ കൂടെ ഞാനും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടന്നു. ആ അതിജീവന യാത്രയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ കേരള ജനത
സാധാരണക്കാരന് വേണ്ടി, കർഷകന് വേണ്ടി നേതൃത്വത്തിലേക്ക് ഉറ്റുനോക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിലേക്കാണ്. ഈ കേരളത്തിലെ സമസ്ത രൂപതകളെയും സമസ്ത ക്രിസ്തീയ സംഘടനകളെയും ഒറ്റ ചരടിൽ കോർത്തുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കത്തോലിക്ക കോൺഗ്രസിനെ ഇന്ന് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നായർ സമുദായത്തിന് NSS എങ്ങനെയാണോ, ഈഴവ സമുദായത്തിന് SNDP എങ്ങനെയാണോ, മുസ്ലിം സമുദായത്തിന് അവരുടെ സംഘടനകൾ എങ്ങനെയാണോ, ഒരുപക്ഷെ അതിലേറെ ശക്തമായി ക്രൈസ്തവർക്ക് വേണ്ടി, കത്തോലിക്കർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമ്മളേവരും തയ്യാറാകണം. ഒരു വാക്കുകൂടി പറഞ്ഞ് എൻ്റെ വിഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് എന്നാണ് ഈ സംഘടനയുടെ പേര്. എന്താണ് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം? കാത്തലിക് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ, സാർവത്രികമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ വാക്ക്. കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാവരുടെയും വിചാരം ഇത് കോൺഗ്രസിന്റെ ഒരു വാലാണെന്ന്. അങ്ങനെയല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം. സാർവത്രികമായ ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഈ സാർവത്രിക കൂട്ടായ്മ. അതിലെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ആരുടെ മുമ്പിലും നെഞ്ചുയർത്തി നിന്നുകൊണ്ട് ഏറ്റുപറയുവാൻ നമുക്ക് ധൈര്യം വേണം. ഈ ആകാശത്തിലെ അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഈ ലോകത്തെയും ഇതിലെ സർവ്വചരാചരങ്ങളെയും അനുനിമിഷം പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഈശോ മിശിഹ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന ഓരോ കത്തോലിക്കനും. ഈ വിശ്വാസത്തിന് ഒരു കോട്ടം വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ കുട്ടികളെ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വശീകരണ ശക്തികൾക്കെതിരായി ഒറ്റക്കെട്ടായി കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരിക്കും. അത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ജയ് കത്തോലിക്ക കോൺഗ്രസ്. നന്ദി ഡോക്ടർ ഫിലിപ്പ് കവീൽ. ഇവിടെ വന്നിരിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ പള്ളിയുടെ ഈ ഒരു വശത്തേക്ക് നീങ്ങി നിൽക്കാനുള്ള സൗകര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അധ്യക്ഷ പ്രസംഗത്തിനായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ലോകം മുഴുവനും നിറസാന്നിധ്യമായി നിൽക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യമാർ തോമസ് തറയിൽ പിതാവി, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദരണീയനായ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ കച്ചറമറ്റം സാറി, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആരാധ്യനായ ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീലച്ച, രൂപതാ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഞാറക്കുന്നേലച്ച, ഈ ഇടവകയുടെ വികാരി വെട്ടിക്കട്ടച്ച, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ശക്തനും ധീരനുമായ അമരക്കാരൻ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ട്രഷറർ ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ടെസി ബിജു ഉൾപ്പെടെയുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഭാരവാഹികളെ, ഇമ്മാനുവൽ നിധീരി രൂപതാ പ്രസിഡന്റ് പാലാ രൂപത, ജോസ് പട്ടുകുളം രൂപതാ ട്രഷറർ, മറ്റ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വിവിധ രൂപതകളിൽ നിന്നെത്തിയിട്ടുള്ള രൂപതാ ഡയറക്ടർമാരെ, പ്രിയ രൂപതാ ഭാരവാഹികളെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുദായ സ്നേഹികളെ, പ്രിയ സമുദായ അംഗങ്ങളെ, ഏറെ ആവേശം പകരുന്ന റാലിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് ആവേശം ഇരട്ടിക്കുന്ന രംഗമാണ് നമ്മളെല്ലാവരും കണ്ടത്. അതുകൊണ്ട് ആ മഴയ്ക്ക് നന്ദി പറയുക. ആദ്യമായി തന്നെ കാട്ടാനയോടും കാട്ടുപോത്തിനോടും പടപൊരുതിയിട്ടുള്ള സമുദായ പൂർവികരുടെ പിന്തുണച്ചക്കാരുടെ വീര്യം കെട്ടുപോയിട്ടില്ല എന്ന് ഈ റാലിയിൽ നമുക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ, ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തുവാൻ ഈ റാലി നമുക്ക് സാധിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, 106-ാം ജന്മവാർഷികം അതിഗംഭീരമായി നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചതിന് അഭിമന്യ ജോസഫ് കള്ളങ്ങാട്ട് പിതാവേ, അങ്ങയുടെ രൂപതയുടെ സാന്നിധ്യം, ബഹുമാനപ്പെട്ട ഞാറക്കുന്നേലച്ചനും ഇമ്മാനുവൽ നിധീരിയും ജോസഫ് പട്ടൂൾ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളുടെ ഇടപെടൽ ഞങ്ങൾക്ക് കടപ്പാടോടുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. എല്ലാവരും വലിയ കൈയ്യടി കൊടുത്തേ പാലാ രൂപതയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 106 വർഷത്തെ ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ പറഞ്ഞ പോലെ നമ്മൾ നോക്കേണ്ടത്. ഇന്നത്തെ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ കുറവ് പറയുമ്പോൾ 106 വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മുടെ പൂർവികർ. നമ്മൾ സംഘടിക്കണം. ഈ അന്നത്തെ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വരും തലമുറയ്ക്ക്
ഇവിടെ സുഗമമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് 106 വർഷം മുമ്പ് 1918 കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനത്തിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ സൗഭാഗ്യങ്ങളും. 1918 പ്രസിഡന്റാണ് ഇന്ന് ലൂയിസ് പഴയപറമ്പിൽ പിതാവിനെയും 29 പ്രഥമ ആത്മായ പ്രസിഡന്റ് ഡോൺ ദിദിരി സാറിനെയും പിന്നീട് വന്ന ഷെവലിയർ ജോസഫ് പേട്ട, ഷെവലിയർ തരീത് കുഞ്ഞിത്തമ്മൻ, ജോസഫ് തളിയത്ത്, EP വർഗീസ്, ഷെവലിയർ KC ചാക്കോ, കാടൻകാവിൽ EM ജോസഫ്, ഇരുവേലിക്കുന്നൽ ഉൾപ്പെടെയുള്ള ധാരാളം പ്രസിഡന്റുമാരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ കൂടെ പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നീട് നമ്മുടെ കാലത്ത് മണ്ണിപ്പറമ്പിൽ അപ്പച്ചായനും ജേക്കബ് മുണ്ടയ്ക്കൽ സാറും PV അഗസ്റ്റിൻ സാറും ഒക്കെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റായി. മലബാറിലേക്ക് ചെന്നാൽ ഓരോ മലമടക്കുകളും നമ്മുടെ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരുടെയും ദീർഘവീക്ഷണത്തോടുകൂടി പട്ടണങ്ങളാക്കി നമ്മൾ ഇടുക്കിയിലേക്ക് ചെന്നാൽ അതിമനോഹരമായ വൃന്ദാവനമാക്കി, സ്പൈസസിന്റെ കേന്ദ്രമാക്കി, അങ്ങനെ എല്ലാ മതസ്ഥർക്കും ഇവിടെ നല്ല അന്തരീക്ഷമൊരുക്കി. 1950 പാലാരൂപതി സെന്റ് തോമസ് കോളേജ് തുടങ്ങിയെങ്കിൽ 1965 അൽഫോൺസ കോളേജ് തുടങ്ങി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെങ്കിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ തുടങ്ങി ലോകം മുഴുവനുള്ള സകല മതസ്ഥർക്കും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ കത്തോലിക്ക സഭ ഒരുക്കി കൊടുത്തു എന്നത് ചില തമസ്കരിക്കാൻ നോക്കുന്നു എന്നത് ആണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വേണ്ടപ്പെട്ടവർ കൺമുൻപിൽ പടഞ്ഞു മരിക്കുന്നു. ബോംബാക്രമണത്താലും വെടിവെപ്പിനാലും മരിക്കുമ്പോൾ എന്തിനാ കൊന്നതെന്നറിയാതെ, ആരാ കൊന്നതെന്നറിയാതെ കരയുന്ന അമ്മമാരെയും സ്ത്രീകളെയും നമുക്ക് കാണാം. ആ മണ്ണുകൾ സിറിയ, നൈജീരിയ, ലെബനൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെ രക്തത്തിന്റെ മണമാണ് സുഹൃത്തുക്കളെ, മരണത്തിന്റെ മണമാണ് ഈ രാജ്യങ്ങളിൽ. എന്നാൽ ക്രൈസ്തവർ നേതൃത്വം നൽകുന്ന രാജ്യം സ്വർഗതുല്യമാക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ അത് ഈശോ പകർന്നു വന്ന ക്രിസ്തു സ്നേഹം അവിയുന്ന പിതാക്കന്മാരിലൂടെ നമ്മുടെ സിരകളിലുള്ളതുകൊണ്ടാണ് നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ പുണ്യഭൂമിയാക്കുന്നത്. അതാണ് ഈ ലോകം തിരിച്ചറിയുന്നത് ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ 30% വരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ 157 രാജ്യത്തായി 130 കോടി ജനങ്ങളാണ്. ഈ ലോകത്തെ സമാധാനത്തിന്റെ പ്രവാചകനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഭയായ കത്തോലിക്ക സഭയിൽ ഉള്ളത്. ഈ 133 കോടി ജനങ്ങൾ വിവിധ രാജ്യങ്ങളിലായി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവച്ചില്ലായിരുന്നെങ്കിൽ ഈ രാജ്യങ്ങളിലും മരണത്തിന്റെ മണമായിരിക്കും ഇപ്പോൾ ഉണ്ടാകേണ്ടതെന്ന് നാം തിരിച്ചറിയണം. നാം അഭിമാനിക്കണം നമ്മുടെ സഭയെ, നാം അഭിമാനിക്കണം നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിലുമുണ്ട് ചില ദുഃഖങ്ങൾ നമുക്ക്. ഈയിടെ മരണത്തിന്റെ മണം മണിപ്പൂരിൽ നമ്മൾ അറിഞ്ഞു. എന്തിനാണ് കൊല്ലുന്നറിയാതെ, ആരാണ് കൊല്ലുന്നറിയാതെ നമ്മുടെ അമ്മമാർ, പെങ്ങന്മാർ മണിപ്പൂരിൽ കരയുന്നത് കേട്ടു. പ്രിയപ്പെട്ടവരെ, ആശങ്കയുണ്ട് ഭാരതത്തിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെന്ന് അടിവരയിട്ട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഭരണകൂടങ്ങൾ ഭാരതത്തിലെ ക്രൈസ്തവ ആശങ്ക പരിഹരിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഭരണഘടന അതേപോലെ സംരക്ഷിക്കുവാൻ ഭരണകൂടങ്ങൾ തയ്യാറാകണം. മറ്റൊരു ദുഃഖം നമ്മളെ അലട്ടുന്നത് എന്താണ്? നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ കാർഷിക മേഖലയിൽ പട്ടിണിയുടെ രോദനം നമ്മളെ വല്ലാതെ അലട്ടുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കൊല്ലാൻ വന്നാൽ ഒരു വ്യക്തിയെ കൊല്ലാനുള്ള നിയമസംരക്ഷണം ഉണ്ടായിട്ടും കാട്ടുമൃഗങ്ങൾ നമ്മുടെ മനുഷ്യരെ പിച്ചു ചിന്തുകയാണ്. വന്യമൃഗശല്യത്തിന് അവസാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് നിന്ന് അതിജീവന യാത്ര നടത്തി സുൽത്താൻ ബത്തേരി വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അതിന്റെ തൊട്ട് തലേ ദിവസമാണ് പ്രജേഷ് എന്ന് പറഞ്ഞൊരു കർഷകനെ കടുവ പീഡിച്ച് ഭക്ഷിച്ചു കൊന്നു. ബഹുമാനപ്പെട്ട കവിലച്ചനും രാജീവ് കൊച്ചുറും ഉൾപ്പെടെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ശാരദാമ്മയെ കണ്ടു, അമ്മയെ കണ്ടു. അവർ വിങ്ങിപ്പൊട്ടി കരയുക. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിറഞ്ഞു വനപാലകർ, ഫോറസ്റ്റ് വാഹനങ്ങൾ. ഞങ്ങൾക്ക് സന്തോഷം തോന്നി. ഒരു അപകടമുണ്ടായപ്പോൾ ഓടിക്കൂടിയ ഉദ്യോഗസ്ഥരാണല്ലോ എന്ന്. എന്തിനാ അവർ വന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രകോപിതരായ മനുഷ്യരാരേലും അവരുടെ കടുവയെ ഉതിരിച്ചെങ്കിലോ എന്ന് കരുതി കടുവയ്ക്ക് സംരക്ഷണം കൊണ്ടിരിക്കാനാ വന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വനം മന്ത്രിയോട് ലജ്ജ തോന്നി, പുച്ഛം തോന്നി. രാജിവെച്ച് പോയിക്കൂടെ എന്ന് അതിജീവന യാത്രയിൽ നമ്മൾ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. വന്യമൃഗശല്യം ഈ സമൂഹത്തെ വലിയ പ്രശ്നമാണ്. 8 ലക്ഷം ഹെക്ടർ സ്ഥലമാണ് കൃഷി ചെയ്യാതെ കിടക്കുന്നത്.
ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുമോ എന്നറിയില്ലാതെ വിഷമിക്കുക. ഞങ്ങൾ ഇവിടെ വാക്ക് തരിക, വനാതിർത്തി കടന്ന് കൃഷിഭൂമിയിൽ വന്ന് ഞങ്ങളുടെ കാച്ചിലും ചേമ്പും തിന്നു കഴിയുന്ന മൃഗങ്ങൾ, ഞങ്ങളുടെ ആടിനെയും പശുവിനെയും തിന്നു വളരുന്ന മൃഗങ്ങൾ കാട്ടുമൃഗമല്ല എന്ന് പ്രഖ്യാപിച്ച് അതിനെ കൊല്ലുവാനും തിന്നുവാനും കർഷകന് അവകാശം നൽകിയാൽ അടുത്ത ഭരണം നിങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. കത്തോലിക്ക കോൺഗ്രസ്, നിങ്ങൾക്ക് ആർജവമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുക. ഇവിടെ പെൻഷൻ കൊടുക്കാൻ കടമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഇവിടെ കാട്ടുപന്നിയെ കൊന്ന് ലേലം ചെയ്താൽ കോടാനുകോടി രൂപ സർക്കാരിന് കിട്ടും. ഭരിക്കാൻ അറിയാൻ മേലാത്ത സർക്കാരിനോട് നമുക്ക് സഹതാപമേ ഉള്ളൂ. ഇത് വനമേഖലയിലെ പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ പുലി, എൻ്റെ നാട്ടിൽ പുലി ഓടി നടക്കുക. പാലായിലും കുറച്ച് പന്നികൾ ഇറങ്ങിയതായിട്ട് ഞങ്ങൾ കേട്ടു, പക്ഷെ അതിനെ പിന്നെ കണ്ടില്ല എന്നാണ് കേട്ടത്. പ്രിയപ്പെട്ടത്, മലയോര മേഖലയിലെ പ്രശ്നം മാത്രമല്ല, സകല കേരളം മുഴുവൻ വന്യമൃഗങ്ങളാൽ ഭീഷണിയിലാണ്. ഇതിന് അവസാനം ഉണ്ടാകണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവർ, സാധാരണക്കാരായ പാവപ്പെട്ട ക്രൈസ്തവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമർപ്പിച്ചിട്ടുള്ള JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടനടി നടപ്പിലാക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. എൻ്റെയും സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഗ്ലോബൽ ഭാരവാഹികൾ ഈ സമ്മേളനത്തിലല്ല, കഴിഞ്ഞ 44 രാജ്യത്ത് കത്തോലിക്ക കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുവാൻ, 44 രാജ്യത്തെ സമുദായങ്ങൾ ഒരു മനസ്സും ഹൃദയവുമായി ഇവിടെ അണിചേർക്കുവാൻ അക്ഷീന്തം പ്രയത്നിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുകയാണ്. അഭിയിന്ന് റാഫേൽ തട്ടിപ്പിതാവ് ഇവിടെ എത്തേണ്ടതായിരുന്നു, വത്തിക്കാനിലായതുകൊണ്ടാണ്. അഭിയിന്ന് ആലഞ്ചേരി പിതാവിനോട് ഞങ്ങൾ നന്ദി പറയുക. അഭിയിന്ന് കളറങ്കോട്ട് പിതാവെ, എല്ലാ പിതാക്കന്മാർ, സിനഡ് പിതാക്കന്മാരോടും റെമിജിയസ് പിതാവിനോടുള്ള നന്ദി ഞങ്ങൾ പറയുക. സമുദായം ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഭാ സിനഡിൻ്റെയും സഭാ പിതാക്കന്മാരുടെയും അഭിയന്തരായ വൈദിക ശ്രേഷ്ഠരുടെയും എല്ലാം അനുഗ്രഹ ആശംസകളോടെയാണ്. എല്ലാവർക്കും 106ാം വാർഷികത്തിൻ്റെ നന്ദിയോടെയുള്ള ആശംസകൾ ഞാൻ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, ജന്മദിനം അത് ആഘോഷിക്കാനുള്ളതാണ്. 106ാം ജന്മദിന വാർഷികത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിമാനപൂർവ്വം നേർന്നുകൊണ്ടും പാലാ രൂപതയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്, ജയ് കത്തോലിക്ക കോൺഗ്രസ്. നന്ദി അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ 106ാം ജന്മവാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പാലാ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ നമ്മളുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും, ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പച്ച, ജോർജ് വർഗീസച്ച, ബഹുമാനായ രാജീവ്, പ്രിയപ്പെട്ട പുളിക്കൽ പിതാവേ, തറയിൽ പിതാവേ, വേദിയിലും സമ്മേളന നഗറിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നമ്മളുടെ സമുദായത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അരുവിത്തറ മാർ ഗീവർഗീസ് സഹദായുടെ രക്തസാക്ഷിയുടെ പരിപാവനമായ പള്ളി മുറ്റത്താണ് നമ്മൾ. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു മെഗാ സമ്മേളനം തന്നെയാണിത്. സമുദായ സമ്മേളനമാണ്. ജാതി, വംശം, കുലം, ഗോത്രം, പ്രദേശം, സംസ്കാരം, പാരമ്പര്യം എന്നീ ഭാഷാ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സമുദായം. ജനം, പൊതുജനം, വ്യക്തി എന്നിവയുടെ മധ്യവർത്തിയായി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണവ. സഭ ദൈവജനമാണ്, കാതോലികമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിളിക്കപ്പെട്ടവളാണ്. തന്മൂലം സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. സഭ എപ്പോഴും ലോകത്തോട് തുറന്നിരിക്കുന്നതും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതുമാണ്. സഭ പുരോഗമനപരമാണ്. സമുദായം എന്നത് യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. പാരമ്പര്യമായി സിദ്ധിച്ചിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്
സമുദായത്തിൻ്റെ ലക്ഷ്യം. ചെറു സമൂഹങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമുദായം നിലകൊള്ളുന്നത്. സമുദായ ചിന്ത സങ്കുചിതമാണ് എന്ന് ചിന്ത ചിലപ്പോഴൊക്കെ ചിലരെല്ലാം പറയുന്നതും എഴുതുന്നതും കേൾക്കാനും കാണാനും സാധിച്ചിട്ടുണ്ട്. സഭയുടെ സാർവത്രിക മാനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമുദായ പ്രവർത്തനവും സഭ നടത്തുന്നത്. വെളിപാടിലൂടെ ദൈവവചന വിശ്വാസ സത്യങ്ങൾ ലോകമെങ്ങും പ്രഘോഷിക്കുകയാണ് സഭയുടെ ദൗത്യം. സുവിശേഷ മൂല്യങ്ങളെ കൂട്ടിപ്പിടിച്ച് പെരുമാറിയതിൻ്റെ 106 വർഷങ്ങളിലെ ചരിത്രമാണല്ലോ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മതപരവും വിശ്വാസപരവും ആചാരപരവും അനുഷ്ഠാനപരവുമായ നിഷ്ഠകൾ മനുഷ്യ സ്വഭാവത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഇവകളുമായി മനുഷ്യന് അസ്തിത്വപരവും വൈകാരികവുമായ ബന്ധമുണ്ട്. മതം, ജാതി, വർഗം, വർണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ ചരിത്രാതീത കാലം മുതൽ രൂപപ്പെട്ടിട്ടുണ്ട്. യഹൂദര്, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സുറിയാനി കത്തോലിക്കര്, ലത്തീൻ കത്തോലിക്കര്, ജ്ഞാനായ കത്തോലിക്കര്, ബ്രാഹ്മണര്, ഈഴവര്, തീയര്, നായര്, ദളിതര്, ആദിവാസി ഗോത്രങ്ങൾ തുടങ്ങിയവ. മതപരവും സാംസ്കാരികവുമായ വിഭാഗങ്ങൾക്ക് തനതായ സ്വത്വം ഉണ്ട്, ഐഡൻറ്റിറ്റി. ഈ സ്വത്വം കാത്ത് സൂക്ഷിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മളുടെ സഭയുടെ ഈ സമുദായത്തിൻ്റെ സംഘടനയുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ചില സാമാന്യ മര്യാദകളെങ്കിലും കുറേയെങ്കിലും അവശേഷിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത്. സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ സ്വത്വവാദം. ഇന്ത്യയിൽ സെക്യുലറിസം വൈവിധ്യത്തിൻ്റെ നേർക്കുള്ള ആദരവാണ്. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വൈവിധ്യങ്ങളാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്ന സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മതവിഭാഗത്തിന് സമൂഹത്തിൽ അതിൻ്റെ സിദ്ധാന്തപരമായ കാര്യങ്ങൾ വിപുലീകരിക്കാം, പുതിയ കാഴ്ചപ്പാടുകൾ സമർത്ഥിക്കാം. അത് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ രചനാത്മകമായ സംഭാവനകളാണ്, അതിൻ്റെ മൗലിക മാനങ്ങളാണ്. സ്വത്വങ്ങളെ ജാതി, മതം, വംശം, ഗോത്രം ഇല്ലായ്മ ചെയ്താൽ എല്ലാം പോയി. മതപരവും ഭാഷാപരവുമായ ചെറിയ കൂട്ടായ്മ മൗലികമായ ശ്രേഷ്ഠ ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. സാർവലൗകിക മൂല്യങ്ങളുടെ സംഭരണികളാണ് ഇത്തരം സമുദായങ്ങൾ. നമ്മളുടെ സമുദായം നമ്മളുടെ ഈ രാജ്യത്ത് അടിസ്ഥാനപരമായ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മളുടെ വർഗബോധം, സമുദായബോധം പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോകുന്നുണ്ട്, ഇടിഞ്ഞ് പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ കേട്ടതുപോലെ എല്ലാ സമുദായങ്ങൾക്കും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കാൻ കഴിയണം. വോൾട്ടയറുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു, എന്നാൽ എന്നോട് വിയോജിക്കുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുവാൻ ഞാൻ എൻ്റെ ജീവൻ ബലികഴിക്കാൻ തയ്യാറാണ്. നമുക്കിന്ന് പ്രൗഢഗംഭീരമായ ഈ റാലിയും ഈ സമ്മേളനവുമെല്ലാം വഴി നമ്മുടെ സമുദായത്തെ ശക്തീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്വാവലംബം, സ്വാശ്രയം, സ്വയം സഹായം,
ശക്തീകരണം തുടങ്ങിയ വളരെ സുന്ദരമായ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏറെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധാരണകൾ പരത്തിയ ഒരു വാക്ക് തന്നെയാണ് സമുദായം. സമുദായം വിഭാഗീയതയോ സങ്കുചിതത്വമോ വംശീയ പക്ഷപാത ചിന്തയോ അല്ല. പ്രകൃതിയിലെ സഹജ വൈവിധ്യത്തിൻ്റെ സ്വാഭാവിക പരിണാമ ഫലങ്ങളാണ് വിവിധ സമുദായങ്ങൾ. അത് പൊതുസമൂഹത്തിന് ഭീഷണിയോ ബാധ്യതയോ അല്ല. സമുദായ ശക്തീകരണത്തിനു വേണ്ടി രൂപം കൊണ്ട നിരവധി സംഘടനകളുണ്ട്. അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിർണായകമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് നമ്മളുടെ സമുദായം വാസ്തവത്തിൽ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ഈ നാളുകളിലെല്ലാം എത്രയോ തീഷ്ണതയോടുകൂടിയാണ് അവർ നമ്മളുടെ ഈ സഭയുടെ സമസ്ത മേഖലകളിലും നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ഒരു സമുദായത്തിനും ശക്തീകരണം നടക്കേണ്ട വിവിധ മേഖലകളുമുണ്ട്. ആ മേഖലകളെ നമ്മൾ അവഗണിക്കുമ്പോൾ ഒരു സമുദായത്തിനും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. സമുദായ ശക്തീകരണത്തിൻ്റെ അടിസ്ഥാനപരമായ മാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. നമുക്ക് വളരെയേറെ പ്രതിസന്ധികളുണ്ട്. ദരിദ്രൻ്റെ കണ്ണുനീരൊഴുകുന്ന സ്ഥലമായിട്ട് നമ്മളുടെ ഈ ദേശമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഭക്ഷണമില്ലാത്ത വലയുന്ന ഒട്ടേറെ ആളുകളുണ്ട്. വീട് വാസയോഗ്യമായത് ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് സമുദായം ശക്തിപ്പെടണമെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ അടിസ്ഥാന തത്വമായിട്ടെടുക്കണം. സമുദായ ശക്തീകരണത്തിൻ്റെ രണ്ടാമത്തെ ഘടകം അറിവാണ്, വിദ്യാഭ്യാസമാണ്. അഡ്വക്കേറ്റ് ബിജു അതേക്കുറിച്ച് ഇവിടെ പ്രൗഢഗംഭീരമായ രീതിയിൽ പറയുകയുണ്ടായി. എങ്ങനെയാണ് നമ്മൾ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ ഈ സമുദായത്തെ വളർത്തിയത് എന്ന്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള തീവ്രമായ പരിശ്രമങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും വിമോചനം നേടാതെ കഴിയുന്ന, വളരെയേറെ വിഷമിച്ച് കഴിയുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു സമുദായം ശക്തിപ്പെടുന്നതിന് സംഘടന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംഘടനയുടെ നേതൃത്വം, സാമൂഹികമായ സ്ഥാപനങ്ങൾ, ധനസമ്പാദന സാധ്യതയുള്ള തൊഴിലുകൾ, സ്വാശ്രയ കർമ്മ പരിപാടികൾ, സമ്പാദ്യശീലം വളർത്താനുള്ള പരിശ്രമങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ആരോഗ്യ പരിപാലനം, മാധ്യമങ്ങളുടെ ഉപയോഗം, ബോധവൽക്കരണം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമുദായങ്ങൾ ഒറ്റപ്പെട്ടല്ല നിൽക്കേണ്ടത്. ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു. ക്ഷേമകരമായ പദ്ധതികൾ ഇല്ലാത്ത സമുദായങ്ങൾ ജീർണിച്ചു പോകും. സ്ത്രീകൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും പ്രത്യേകം കർമ്മ പദ്ധതികൾ നമ്മൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. നന്മയിൽ വളർത്താനായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ സമുദായ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കുടിയേറ്റം ഒരിക്കലും കയ്യേറ്റമല്ല. കൃഷിയും കൃഷിക്കാരും കർഷകരും ഇല്ലാത്ത ഒരു സമുദായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ജനസംഖ്യാക്രമത്തിൽ ക്രമാതീതമായ കുറവ് സംഭവിക്കുന്നത് നമ്മളുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനമായ ഒരു മുഖമാണ്. അതുപോലെ തന്നെ നമ്മളുടെ സമുദായത്തിലെ അംഗങ്ങൾ ക്രമാതീതമായിട്ട് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതും നമ്മെ വളരെയധികം ബാധിക്കുന്നുണ്ട്. നമ്മളുടെ സമുദായത്തിലെ ദളിതരെ വേണ്ടതുപോലെ സമുദ്ധരിക്കാൻ നമുക്ക് പറ്റാതെ വന്നിട്ടുണ്ട്. EWS കാറ്റഗറിയിൽപ്പെട്ടവരുടെ എണ്ണം വളരെയധികം നമ്മളുടെ സമുദായത്തിൽ
പെരുകുകയാണ്. മദ്യവും മയക്കുമരുന്നും വഴി നമ്മുടെ സമുദായം ബലഹീനമാകുന്നുണ്ട്. നമുക്ക് സമുദായ ബോധം സ്വന്തമാക്കാൻ സമുദായ ബോധം പകർന്നു തന്ന അൽമായര്, മേലധ്യക്ഷന്മാർ, വൈദികര്, സമർപ്പിതര്, അവരെക്കുറിച്ചുമെല്ലാം നമ്മൾ സവിസ്തരം പഠിക്കേണ്ടതായിട്ടുണ്ട്. സമുദായ ബോധം സഭയുടെ അൺഡിവൈഡഡ് ആയിട്ടുള്ള അവിഭക്ത പാരമ്പര്യത്തിൽ നിന്ന് വരേണ്ടതാണ്. അവിഭക്ത നസ്രാണി പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസ് ആഴമുള്ള ഒരു സമുദായ സംഘടനയായിട്ട് മാറുന്നത്. സഭാ ചരിത്രവും സഭാവിജ്ഞാനീയവും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് വളരാൻ സാധ്യമല്ല. സമുദായവും സഭയും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. സമുദായബോധം അൽമായർക്ക് മാത്രം പോരാ, നേതൃത്വം നൽകുന്ന വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും ഇതര വ്യക്തികൾക്കും അത് കൂടിയേ പറ്റൂ. സുറിയാനി ഭാഷയും ലിറ്റർജിയും സഭാചരിത്രവും അറിയാവുന്ന നേതൃത്വത്തിലൂടെ മാത്രമേ ഈ സമുദായത്തെ ബലപ്പെടുത്തുവാനും അതിനെ ശക്തീകരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. സമുദായ ബോധവൽക്കരണം തീവ്രമായ നിലയിൽ നമ്മൾ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സമുദായ ബോധം കേവലം സംവരണ ബോധമല്ല. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ ഉത്തരവാദിത്വം കൂടെ നമ്മൾ കണ്ടെത്തണം. ചിലപ്പോഴെല്ലാം നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ പാരമ്പര്യം ഉറങ്ങിപ്പോകുന്നുണ്ട്. സ്ലീപ്പിംഗ് ട്രഡീഷൻ എന്ന് വിദേശത്തുള്ളവർ പോലും ചിലപ്പോഴെല്ലാം നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. അതിനെല്ലാം ഒരു ഉണർവ് നൽകിയത് വാസ്തവത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസ്സാണ്. അവർ സഭയുടെ അടിസ്ഥാനപരമായ പ്രതിസന്ധികളിലെല്ലാം ഇറങ്ങി പ്രവർത്തിക്കുകയും വലിയ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജോൺ കച്ചറമറ്റം സാറിൻ്റെ സാന്നിധ്യം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പാരമ്പര്യം, ട്രഡീഷൻ നഷ്ടപ്പെടുമ്പോൾ ആമകളെപ്പോലെ നമ്മൾ പുറന്തോട് സൃഷ്ടിച്ച് ഉള്ളിലേക്ക് വലിയുകയും വളയുകയുമാണ്. ഉള്ളിലേക്ക് വളയുകയും വലിയുകയും ചെയ്യുമ്പോൾ നമുക്ക് നട്ടലില്ലാതെ പോവുകയാണ്. അമിതമായ കോംപ്രമൈസുകളിലേക്ക് പോകുമ്പോഴും നമ്മളുടെ ഉള്ള നട്ടലും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായ ഉത്തരവാദിത്വ ബോധത്തിലൂടെയുള്ള നല്ല പഠനങ്ങളിലൂടെ നമ്മുടെ ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. എനിക്ക് 2 നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ. നമ്മൾ സാമ്പത്തിക സംവരണം EWSൽ ശേഷവിധിയായിട്ട് ഈ മേഖലയിൽപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങൾ അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. EWSനെ കുറിച്ച് വളരെയേറെ പഠനങ്ങൾ നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസ് വഴി നടത്തുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ EW സംവരണം മാനദണ്ഡം പഞ്ചായത്ത് പ്രദേശത്ത് 2.5 ഏക്കർ എന്നുള്ളത് 5 ഏക്കർ എങ്കിലും ആക്കി മാറ്റേണ്ടതാണ്. വാർഷിക വരുമാനമായി 8 ലക്ഷമായിട്ട് അത് ഉയർത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മളുടെ ആളുകൾ വളരെയധികം അതിൽ നിന്ന് പുറന്തള്ളി പുറത്തേക്ക് പോവുകയാണ്. സുറമലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഈ സഭയുടെ തിളങ്ങുന്ന മാണിക്യം തന്നെയാണ്. നമ്മളുടെ JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തു കൊണ്ടുവരണം, പുറത്തു വിടണം എന്നുള്ള തീരുമാനം നമ്മൾ ഈ വലിയ സമ്മേളനത്തിൽ ഒന്നുകൂടെ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് മേഖലയിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അതെല്ലാം നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചതും ജോലി കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നതും. എങ്കിലും നമുക്ക് പോരായ്മകളുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പലതും കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തു കളഞ്ഞു. നമ്മളുടെ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും സർക്കാർ ബോധപൂർവം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം
എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്വരം നമുക്ക് സർക്കാരിൻ്റെ മുമ്പിൽ കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഈ സമ്മേളനം വളരെ വലിയൊരു അടിസ്ഥാനപരമായ മുന്നേറ്റത്തിൻ്റെ അടയാളമായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സമുദായ ബോധം സൈക്കോ സൊമാറ്റിക്കാണ്. അവിടെ ശരീരവും ആത്മാവും ഒന്നിച്ച് ചേരണം. അങ്ങനെയുള്ള ഒരു സൈക്കോ സൊമാറ്റിക് ആയിട്ടുള്ള ആഴപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസ് ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ നസ്രാണികളുടെ സമുദായത്തിൻ്റെ ബലം എന്താണെന്ന് ഈ രാജ്യത്തിന് ഒന്നുകൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ വലിയൊരു ശക്തിയാണ്. നസ്രാണി നമ്മൾ എന്ന് പറയുന്നത് വി റിമെയിൻ ബിഗർ ദാൻ അവർ നമ്പേഴ്സ്. നമ്മളുടെ എണ്ണത്തേക്കാൾ നമുക്ക് വലിയ മഹത്വവും വലിയ സ്വാധീനവും ഈ രാജ്യത്തുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ, എൻ്റെ സമയം തീർന്നു, ഞാൻ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് സർവൈവ് ചെയ്താൽ പോരാ, നമുക്ക് സമുദായമായിട്ട് സർവൈവ് ചെയ്യണം, സഭയായിട്ട് സർവൈവ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിന് കഴിയട്ടെ. ഇതിനുവേണ്ടി അത്യുധ്വാനം ചെയ്ത, പ്രത്യേകിച്ച് ഈ രൂപതയോട് ബന്ധപ്പെട്ട ആളുകൾ, കൂടുതൽ ജോർജ് വർഗീസ് അച്ഛനും രാജീവും ഇമ്മാനുവേൽ നിധീരിയും അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന ഒട്ടനവധി ആളുകൾ, ഈ മഹായിടവകയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട വെട്ടുകല്ലിലെ അച്ഛൻ, അവരെല്ലാം അത്യുധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രൗഢഗംഭീരമായ ഈ റാലിയും ഈ സമ്മേളനവും ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇത് വലിയൊരു വിജയമാണ്. ഇതൊരു മെഗാ സമ്മേളനമാണ്. ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടണം. ഈ അവസരത്തിൽ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട കർദിനാൾ ആലഞ്ചേരി പിതാവിനെയും നമ്മളുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. അവരാണ് നമ്മളുടെ മുമ്പിൽ നിന്ന് നമുക്ക് ശക്തി പകരുന്നത്. നമുക്ക് ഈശോയുടെ കൂട്ടത്തിലായിരിക്കാം, ഗീവർഗീസിൻ്റെ കൂട്ടത്തിലായിരിക്കാം, അൽഫോൻസാമയുടെ കൂട്ടത്തിലായിരിക്കാം, ചാവറ പുണ്യവാൻ്റെ കൂട്ടത്തിലായിരിക്കാം. ദൈവം നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ധന്യമായ നിമിഷത്തിലെ വേദിയിൽ സന്നിഹിതനായിരുന്നുകൊണ്ട് ഇതിനെ നയിക്കുന്ന ഏറ്റവും ആദരണീയനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ലം, ഈ ജന്മവാർഷിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം ഏറ്റവും ആദരണീയനായ നമ്മുടെ അഭിമാനമായ പാലാ രൂപതയുടെ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, നമ്മുടെയൊക്കെ അഭിമാനമായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പിതാവ്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപത ഡയറക്ടർ പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നേലച്ചൻ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദരണീയരായ മറ്റ് സാരഥികളെ, നമുക്കെല്ലാം ഏറ്റവും സമാദരണീയനായ ജോൺ കച്ചിറമറ്റം സാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, ഈ മഹാസമ്മേളനത്തെ അതിൻ്റെ ധന്യതയിലേക്ക് നയിച്ച കത്തോലിക്ക കോൺഗ്രസിൻ്റെ ധീരരായ സഹോദരന്മാരെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജന്മദിന സന്ദേശം ചുരുങ്ങിയ വാക്കുകളിൽ നൽകുക എന്ന ഒരു ചെറിയ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ കേട്ടുകഴിഞ്ഞു. നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സ്ഥലം സുറിയാനി കത്തോലിക്കരുടെ ഒരു തറവാട് ഭൂമിയാണ്. അരുവിത്തറയുടെ നഗരഹൃദയത്തെ പുളകം കൊള്ളിച്ചുകൊണ്ടാണ് 10,000 അണിനിരന്ന ഒരു മഹാ റാലി ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഇപ്പോൾ സന്നിഹിതമായിരിക്കുന്നത്. ഇത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കരുത്ത് പ്രഖ്യാപിക്കുന്ന അതുല്യമായ ഒരു സമ്മേളനമാണെന്നതിന് സംശയമൊന്നുമില്ല. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഉത്ഭവത്തെയും വളർച്ചയെയും കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതാണെങ്കിലും ജന്മദിന സന്ദേശമെന്ന നിലയിൽ ഞാൻ ചിലതൊക്കെ മാത്രമൊന്ന് ചെറുതായിട്ട് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്.
ചരിത്രം അറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം വ്യക്തമാണ്. വളരെ അർത്ഥവത്തായ, അഭിമാനകരമായ, അതുല്യമായ, പ്രഭാപൂരിതമായ ഒരു ചരിത്രം കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ മഹാ സമുദായ സംഘടനയ്ക്കുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ നമുക്ക് വലിയ ആവേശമാണ്. നിധീകരിക്കൽ മാണിക്കത്തനാരുടെയൊക്കെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സമുദായ സംഘടന എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നു. ഇതിൻ്റെ ആദ്യ സമ്മേളനം 1907 ആലപ്പുഴയിൽ ചേർന്നുവെന്ന സത്യവും നമുക്കറിയാം. 1917 ഒരു കമ്മ്യൂണിറ്റി വെൽഫെയർ ഓർഗനൈസേഷനായിട്ട് ഇത് രൂപപ്പെട്ടു വന്നെങ്കിൽ ഔദ്യോഗികമായിട്ട് 1918 ഏപ്രിൽ 30 കേരളീയ കത്തോലിക്ക മഹാസമാജം എന്ന പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല്. പിന്നീട് അങ്ങോട്ട് അതിനെ നയിച്ച സമാദരണീയരായ വ്യക്തികൾ, അവരുടെ നേതൃത്വത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, നിരവധിയായ സമരങ്ങൾ, നിലപാടുകൾ, സംഘടിതമായ ശക്തിയുടെ പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് നീളുന്ന വളരെ ഹരിതാഭമായ അർത്ഥവത്തായ ഒരു ചരിത്രം കത്തോലിക്ക കോൺഗ്രസിന് നമുക്കുണ്ട്. പൗരസമത്വ പ്രക്ഷോഭം, വിദ്യാഭ്യാസ സമരം, വിമോചന സമരം, കുടിയിറക്കിനെതിരെയുള്ള ശക്തമായ സമരങ്ങൾ, 1972 കോളേജ് സമരം, ചർച്ച് ആക്ടിനെതിരായ സമരങ്ങൾ, സ്വാശ്രയ ബില്ലിനെതിരായ സമരങ്ങൾ, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയത്തിൽ നിലപാടുകൾ ഉറപ്പിച്ചു എന്നുള്ള ശക്തമായ സമരങ്ങൾ, അത്തരത്തിൽ നിരവധിയായ കർഷക സമരങ്ങൾ, ഇന്നും തുടരുന്ന വ്യത്യസ്തമായ സമര പോരാട്ടങ്ങൾ, വന്യമൃഗ പ്രശ്നം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ, സമകാലിക കേരളം നമ്മുടെ സാധാരണക്കാരായ കർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ശക്തമായ നിലപാടുകളും സമരങ്ങളും, ഇങ്ങനെ അങ്ങോട്ട് നീളുന്ന വലിയ ഒരു സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു ഐതിഹാസികമായ ചരിത്രം കത്തോലിക്ക കോൺഗ്രസിനുണ്ട് എന്ന കാര്യം തന്നെ നമുക്ക് ശക്തി പകരുന്നതാണ്. അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് വളരെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചു തന്നു. ഇന്നത്തെ സമകാലിക സാഹചര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും അതുകൊണ്ട് പോകേണ്ട കാര്യം ഇല്ലെന്ന് എനിക്കറിയാം. ഒരു സമുദായ സംഘടനയുടെ പ്രസക്തി, അതിൻ്റെ വളർച്ച, ഇതൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രമാണ്. ചരിത്രമറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല. ചരിത്രം എന്നുള്ളത് വേരാണ്. ചരിത്രം ഇല്ലാതായാൽ, ചരിത്രം തമസ്കരിക്കപ്പെട്ടാൽ, ചരിത്രം മറന്നുപോയാൽ സ്വാഭാവികമായിട്ടും ഏത് വടവൃക്ഷവും അതിൻ്റെ കടപുഴകി വീഴുന്ന അവസ്ഥയിൽ തന്നെ നിലംപതിക്കുമെന്നതിന് സംശയമില്ല. നമുക്ക് അർത്ഥവത്തായ ഒരു ചരിത്രമുണ്ട് എന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. 106 വർഷങ്ങൾ പിന്നിടുന്ന മഹത്തായ ദാർശനികമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള അഭിമാനകരമായ, അടിസ്ഥാനമുറപ്പിക്കാവുന്ന ഒരു സത്യം. സഭയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ടല്ലോ. സഭയുടെ ചരിത്രം മറന്നു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്കും അസ്തിത്വമില്ലെന്നാകുന്നു. നമ്മളിവിടെയുള്ള സുറിയാനി കത്തോലിക്കർക്ക് 1-ാം നൂറ്റാണ്ട് മുതലുള്ളൊരു ചരിത്രമുണ്ട്. സഭയുടെ തുടക്കം മുതലുള്ളൊരു ചരിത്രം ഭാരതത്തിൻ്റെ മണ്ണിൽ തന്നെയുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ പരിശുദ്ധമായ പൈതൃകത്തിൽ ഊന്നിയ വലിയ ഒരു ചരിത്രം നമുക്കുണ്ടെന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത്. സഭയുടെ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിൻ്റെ നടപടികളിൽ എത്രയോ ചോരപ്പാടുകളുണ്ട്. എത്രയോ ശക്തരായ ധീരരായ രക്തസാക്ഷികളുടെ ചുടുനിണം വീണതിൻ്റെ കരുത്ത് നമുക്കുണ്ട്. ആ ചരിത്രത്തിലൂന്നിയ കരുത്തിൻ്റെ ശേഷിയാണ് തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിത വഴികളെ ശക്തമായിട്ട് നയിക്കാൻ പര്യാപ്തമാകുന്നത്. ഒപ്പം സഭയോടൊപ്പം എന്നുമുള്ള കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യവും. അതുകൊണ്ട് ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു സമുദായ സംഘടന എന്ന നിലയിൽ ഇതിൻ്റെ മനോഹരമായ ചരിത്രം നമ്മൾ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അഭിമാനിക്കണം. ചരിത്രത്തോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് പാരമ്പര്യം. ചരിത്രം കൈമാറപ്പെടുന്നത് അതിൻ്റെ പരിശുദ്ധമായ പവിത്രമായ പാരമ്പര്യങ്ങളിലൂടെയാണ്. സഭയ്ക്കുണ്ട് ഒരു ചരിത്രത്തോട് ചേർന്ന് വരുന്ന പരിശുദ്ധമായ കൈമാറപ്പെടുന്ന ഒരു പാരമ്പര്യം. ആ പാരമ്പര്യങ്ങൾ തുടരുവാനുള്ളതാണ്. പാരമ്പര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്തയല്ല. പാരമ്പര്യങ്ങളെ പിന്തിരിപ്പനാക്കി മാറ്റുന്നത് അതിനകത്ത് വിഷം കലർത്തുമ്പോഴാണ്. പാരമ്പര്യങ്ങൾ മറ്റുള്ളവരെ ഇല്ലെന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ
അത്തരം പാരമ്പര്യങ്ങൾ മാനുഷികമായി കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് പിന്തിരിപ്പനായി മാറുന്നു, അത് ഒരു തിന്മയായി മാറുന്നു. പക്ഷേ പരിശുദ്ധമായ പവിത്രമായ വിശുദ്ധ പാരമ്പര്യങ്ങൾ സഭയ്ക്ക് എന്നുമുണ്ട്. അതെന്നും എക്കാലത്തും പരിശുദ്ധമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക വെളിപാടിൻ്റെ തന്നെ ഭാഗമാണ് എഴുതപ്പെട്ട ദൈവവചനവും കൈമാറപ്പെടുന്ന പവിത്രമായ പാരമ്പര്യങ്ങളും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയ്ക്ക് അതിൻ്റെതായ പാരമ്പര്യങ്ങളുണ്ട്. അത് സഭയോട് ചേർന്ന് തന്നെ രൂപപ്പെട്ടു വന്ന ഒരു സമുദായ സംഘടന എന്ന നിലയിൽ സഭാത്മകമായ വ്യക്തിഗത സഭയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഒപ്പം ഈ സംഘടന രൂപപ്പെട്ടു വന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പാരമ്പര്യമുണ്ട്. അത്തരം പാരമ്പര്യങ്ങൾ കൈമാറപ്പെടേണ്ടതും ആവശ്യമാണ്. ഇതൊരു സംഘടനയെ ശക്തിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഘടകമാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഒരു ശരിയായ അവബോധമാണ്, സമുദായ ബോധമാണ്. സമുദായ ബോധമെന്ന് പറയുന്നതും അഭിമന്യ പിതാവും മുൻ പറഞ്ഞ പ്രസംഗകരുമൊക്കെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. സമുദായം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ആ ഒരു സമുദായമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നവനല്ല, ഒറ്റപ്പെടേണ്ടവനുമല്ല, മറിച്ച് ഒരുമിച്ച് നിൽക്കേണ്ടവനാണ്. എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ല, ഈ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ഒരു സമുദായ ബോധം, അതിൻ്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഊന്നിയ ഒരു സമുദായ ബോധമാണ് നമുക്ക് ആവശ്യം. ഈ സമുദായ ബോധത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലപ്പോഴും വളരെ ബോധപൂർവം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ ഒരു വർഗീയതയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അതൊരു മുതലെടുപ്പാണ്. വർഗീയതയും സമുദായ ബോധവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ ഏതാണ്ട് ഒരുപോലല്ലേ എന്ന് വിചാരിച്ചേക്കാം. അതൊരു പിന്തിരിപ്പനാണെന്ന് അതിനെക്കുറിച്ച് പറയാനിടയുണ്ട്. പക്ഷേ രണ്ടും അജഗജാന്തരമാണ്, വലിയ വ്യത്യാസമുണ്ട്. സമുദായ ബോധം എന്ന് പറയുന്ന ഒരു സ്വത്വബോധമാണത്. അത് നമ്മളായിരിക്കുന്ന നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അഭിമാനപരമായ ഒരു ബോധമാണത്. അത് മറ്റുള്ളവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാനുള്ള സഹജമായ സന്നദ്ധതയാണ്. അത് അവരന് വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള ഒരു പുറപ്പാടാണ്. അത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനവും നിലപാടുകളും പ്രവർത്തന ശേഷിയുമാണ്. അത് സമുദായ ബോധമാണ്. അതൊരിക്കലും ആർക്കും ഭീഷണമായ ഒന്നല്ല. അത് മറ്റുള്ളവരെ ഉയർത്തുന്നതാണ്, വളർത്തുന്നതാണ്. ഈ സമുദായ ബോധത്തിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ 106 വർഷങ്ങൾ ഒരുമിച്ച് മുന്നേറിയത്. അത്തരത്തിലൊരു സമുദായ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങളെയും സമുദായങ്ങളെയും നമ്മുടെ ഈ രാഷ്ട്ര സംവിധാനത്തെ തന്നെയും സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ സാഹസികമായി മുന്നിട്ടിറങ്ങുന്നു, സമരങ്ങൾ നയിക്കുന്നു. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകൾ, ആതുര ശുശ്രൂഷ മേഖലയിലുള്ള സംഭാവനകൾ, അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തന മേഖലയിലുള്ള നമ്മുടെ സംഭാവനകൾ, വ്യത്യസ്തമായ രീതികളിൽ വിവിധ തലങ്ങളിൽ നമ്മൾ ഈ കേരള സമൂഹത്തിനും ഭാരതത്തിനും നൽകിയിരിക്കുന്ന അതുല്യമായ സംഭാവനകളെ തമസ്കരിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും, ഏതു രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും, ഏത് വർഗീയ കക്ഷികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ തക്കതായ ഒരു താക്കീതാണ് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ സമ്മേളനമെന്ന് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും, നമുക്കെല്ലാം സാധിക്കും. ഈ സമ്മേളനം ഒരു സമയത്ത് തന്നെ താക്കീതുമാണ്, അതേസമയം തന്നെ ഇത് വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ചിത്രവും കൂടിയാണ്. ഇതൊരു താക്കീതാണ്. ആരെങ്കിലുമൊക്കെ നമ്മെ ഇല്ലെന്നാക്കാൻ ആഗ്രഹിച്ച് പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു താക്കീതാണ്. 2, ഇത് ഞങ്ങൾ ഒരുമിച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ചോരയും നീരും വില കൊടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മുന്നേറ്റമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സാക്ഷ്യം കൂടിയാണ്. ഇത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അഭിമന്യനായ ജോൺ നെല്ലിക്കുന്ന് പിതാവ് ഈ ധന്യമായ വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പിതാവിനെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ചുകൊണ്ട് നമുക്ക് പിതാവിനെ സ്വീകരിക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചു ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ആദരണീയനായ ഗ്ലോബൽ പ്രസിഡന്റും മറ്റുള്ളവരും പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി മുൻപോട്ട് വെക്കാനുണ്ട്. ഇപ്പം 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ചരിത്രം, പവിത്രമായി കൈമാറപ്പെടുന്ന പാരമ്പര്യങ്ങൾ,
സമുദായ ബോധം. നാലാമതൊരു കാര്യം കൂടി മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ശാക്തീകരണമാണ്. നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണമാണ് ഈ സംഘടന വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ സമുദായം ശാക്തീകരിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എന്നാൽ നമുക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇന്ന് വളരെയധികം ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഇടിഞ്ഞ സംസ്കാരം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഭിന്നമായി ചിന്തിക്കുന്നത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിനകത്തൊരു വലിയ അഹന്തയുണ്ട്, സ്വാർത്ഥമുണ്ട്, അപകടമുണ്ട്. അതുകൊണ്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന രാഷ്ട്രീയ താല്പര്യക്കാര്, വർഗീയ താല്പര്യക്കാര്, വ്യക്തിപരമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ഒരു പരിസരം സമകാലിക കേരളത്തിൽ ഇന്ന് വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. നമ്മളത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഭിന്നിപ്പിച്ചും ചരിത്ര വസ്തുതകളെ തമസ്കരിച്ചും കൊണ്ട് ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന, ആരെയെങ്കിലുമൊക്കെ അടിച്ചമർത്തി ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങൾ ബോധപൂർവം പലതരത്തിലും പലയിടങ്ങളിലും വർദ്ധമാനമാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതിരിക്കാൻ പാടില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ശാക്തീകരിക്കാൻ പറ്റുക. നമ്മൾ ശാക്തീകരിക്കപ്പെടുന്നത് ആർക്കും ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാവില്ല. കത്തോലിക്ക കോൺഗ്രസ് അതുപോലൊരു സംഘടനയാണ്. ഈ കത്തോലിക്ക സമുദായത്തിന്റെ ശാക്തീകരണം ആരുടെയും ശക്തി കുറയ്ക്കുകയില്ല, ഒരു സമുദായത്തിന് ശക്തി കുറയ്ക്കില്ല, ഒരു നല്ല സംഘടനയുടെയും ശക്തി കുറയ്ക്കില്ല. തിന്മയുടെ ശക്തി കുറയ്ക്കും. തിന്മകൾക്കെതിരെ നമുക്ക് പോരാടാൻ പറ്റും. തിന്മകളും സ്വാർത്ഥവും അത്തരത്തിലുള്ള അപകടകരമായ ഭീഷണമായ സാഹചര്യങ്ങളും ഇല്ലെന്നാവും. പക്ഷേ എല്ലാ നന്മകളും പരിപോഷിപ്പിക്കപ്പെടണം, എല്ലാ സമുദായങ്ങളും പരിപോഷിപ്പിക്കപ്പെടണം. വിവിധങ്ങളായ മത കൂട്ടായ്മകളുണ്ട്, മത സൗഹാർദ്ദത്തിൻ്റെ വേദികളുണ്ട്. വ്യത്യസ്തമായ വിവിധങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരവും മതവും എല്ലാം ചേരുന്നതാണ് നമ്മുടെ ഭാരതവും നമ്മൾ ജീവിക്കുന്ന ഈ നാടുമെല്ലാം. അതൊക്കെ പരിപോഷിപ്പിക്കപ്പെടുവാൻ മാത്രമേ നമ്മുടെ ശാക്തീകരണം കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ സംഘടന ശാക്തീകരിക്കപ്പെടണമെന്നുള്ള നിർബന്ധം ഇവിടെ സന്നിഹിതമായിരിക്കുന്ന എല്ലാവരിലും ഉണ്ട്. അതുണ്ടാവുകയും വേണം. അങ്ങനെ ശാക്തീകരിക്കപ്പെട്ട ഒരു കത്തോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും മുന്നേറേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വന്യമൃഗ പ്രശ്നങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ, ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെയുള്ള ജബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലുള്ള ആരുടെയൊക്കെയോ വിമുഖതകൾ, അതുപോലെ മറ്റ് അനവധി പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹം നേരിടുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ബോധപൂർവം മുൻപോട്ട് കൊണ്ടുവന്ന് ശാക്തീകരിക്കപ്പെട്ട സമൂഹമായിട്ട് ഈ പൊതുസമൂഹത്തെ ബോധപൂർവം വളർത്തിയെടുക്കുവാൻ, അങ്ങനെ സമൂഹ നിർമ്മിതിയും രാഷ്ട്ര നിർമ്മിതിയും സാധ്യമാക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ സമ്മേളനം ഊർജം പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പിതാവ് പാലാരൂപതാധ്യക്ഷൻ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയനായ സാരഥി അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും, അതുപോലെ ഫിലിപ്പ് കവിയലച്ചൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും, സംഘാടകർക്കൊക്കെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. യുടെ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും, ഞങ്ങളുടെ എല്ലാം ഗുരുഭൂതൻ കൂടിയായ അഭിവന്യ പാലാ രൂപതാധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, അഭിവന്യ ജോസ് പുളിക്കൽ പിതാവേ, അഭിവന്യ ജോൺ നെല്ലിക്കുന്നൽ പിതാവേ, ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ, അച്ഛന്മാരെ, പ്രിയപ്പെട്ട AKCCയുടെ ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുരാതനമായ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഈ അരുവിത്തറയുടെ മണ്ണിൽ ഞങ്ങളെല്ലാവരും കത്തോലിക്കരാണെന്നും സീറോ മലബാർ സഭയുടെ അംഗങ്ങളാണെന്നുമൊക്കെ പ്രഖ്യാപിച്ച് സമുദായത്തിൻ്റെ അഭിമാനമുള്ള മക്കളാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ച് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഈ മഹാസമ്മേളനത്തിന്, ഈ ജന്മദിന സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. 20 നൂറ്റാണ്ട് വിശ്വാസം കാത്ത ഒരു ജനതയാണ് നമ്മൾ. വളരെ വ്യത്യസ്തമായ വിരുദ്ധമായ സാഹചര്യങ്ങളിൽ, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തിന്
വളരെ ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയ ഒരു സമുദായമാണ് നമ്മൾ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, നവോത്ഥാന മൂല്യങ്ങൾ ഈ സമൂഹത്തിനുണ്ടാവണം എന്നുള്ള കാര്യത്തിൽ, ആതുര ശുശ്രൂഷയുടെ കാര്യത്തിൽ, കാരുണ്യ സംസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയ ഒരു സമുദായമാണ് നമ്മൾ. സംവരണം വേണമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സംവരണം വേണ്ട, ഭരണഘടനാപരമായ അവകാശങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ പൂർവികരുള്ള ഒരു സമുദായമാണ് നമ്മൾ. സംവരണം ഒരു ആനുകൂല്യമാണ്. ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ മതി. അവിടെയാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെയൊക്കെ പ്രസക്തിയുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുമ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമ്മളെ വോട്ട് ബാങ്കുകളായിട്ട് മാത്രം കാണുന്ന രാഷ്ട്രീയ മുന്നണികൾ, നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ വോട്ട് ചെയ്തോളൂ എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും, അവരെ നോക്കണ്ട, അവർ ഞങ്ങൾക്ക് വോട്ടേ തരത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ പാടെ മാറ്റി നിർത്തുന്ന മുന്നണികളുമൊക്കെയായി നമ്മളുടെ ന്യായമായ അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന്റെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന്റെ പ്രകടന പത്രികകൾ നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാന്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകൾക്കായോ? ഇപ്പോൾ ഇവിടെ അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു, വന്യമൃഗശല്യം, അതിനെക്കുറിച്ച് എന്തെങ്കിലും സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ഒരു പരിഹാരമായിട്ട് കടന്നു വരാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചോ? നമ്മളെയൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് കരുതുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ അവഗണിച്ചെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പരിസ്ഥിതി നിയമങ്ങൾ ശക്തമാക്കുമെന്നും വന്യമൃഗ സംരക്ഷണം ശക്തമാക്കുമെന്നും ഒക്കെ പറഞ്ഞ് പ്രകടന പത്രികകൾ ഇറക്കുമ്പോൾ ഇവിടെ ഈ വന്യമൃഗ ശല്യം മൂലം അതിജീവനത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ജനതയുണ്ടെന്ന് ഓർക്കാൻ അവർക്കെന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ ESAയും ബഫർ സോണും ഒക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ എത്രമാത്രം ക്ലേശിക്കുന്നു, എത്ര വർഷങ്ങളായി നമ്മൾ ഈ ഭരണകൂടങ്ങളുടെ പിന്നാലെ നടക്കുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 30 ഒരു ഡെഡ് ലൈൻ അവസാനിച്ചു. എന്തിന്റെയാണ്? ESAയുടെ മാപ്പ് എല്ലാം കൂടെ കൃത്യമാക്കി കൊടുക്കാൻ. പഞ്ചായത്തുകളിലേക്ക് മാപ്പ് അയച്ചു കൊടുക്കുന്നു. അത് ഉടനെ എല്ലാ പഞ്ചായത്തുകളും വെരിഫൈ ചെയ്ത് സർക്കാരിന് അയക്കുന്നു. പഞ്ചായത്തിൽ നമ്മൾ അന്വേഷിക്കുന്നു, അവിടെ ഒരു മാപ്പ് എത്തിയില്ല, ഒന്നുമില്ല. ഏപ്രിൽ 30 അതിന്റെ പരിധിയും കഴിഞ്ഞു. എത്രയോ നാളുകളായി ഈ ബഫർ സോൺ പ്രശ്നത്തിന് ന്യായമായ ഒരു പരിഹാരം തേടി നമ്മുടെ അഭിമന്യ പിതാക്കന്മാരും നേതാക്കന്മാരും ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഈ സമുദായ സമ്മേളനത്തിന്റെ പ്രസക്തി. സമുദായ ബോധമില്ലാത്ത, അവകാശങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത സമൂഹങ്ങൾ സ്വയം ഇല്ലാതാകുമെന്നുള്ളതിന് എത്ര വേണമെങ്കിലും നമുക്ക് ഉദാഹരണങ്ങളുണ്ട് ഈ നാട്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കണം. ഞങ്ങളെ കേവലം നിങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കായി മാത്രം പരിഗണിച്ചാൽ പോരാ. ഞങ്ങളും സാധാരണ മനുഷ്യനാണ്, അവകാശങ്ങളുള്ള മനുഷ്യനാണ്. അതിജീവനത്തിന്റെ അവകാശങ്ങൾ പാലിക്കപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരോട് മുഖത്ത് നോക്കി സംസാരിക്കേണ്ട സമയമായി എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നമ്മൾ സമുദായം എന്നുള്ള നിലയിൽ ശക്തിപ്പെട്ട് വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ സാധാരണ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുവാൻ, അതോടൊപ്പം ഈ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഏത് അറ്റം വരെയും പ്രവർത്തിക്കുവാനൊക്കെയുള്ള ഒരു പ്രതിബദ്ധത. അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു, നമ്മൾ സമുദായ പ്രവർത്തനം നടത്തുന്നത് സുവിശേഷം കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. സുവിശേഷം താഴെ വെച്ചുള്ള സമുദായ പ്രവർത്തനം ഒന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സമുദായമായിട്ട് ഒരുമിച്ച് കൂടുകയും ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും ആർക്കും എതിരാവില്ല. അഭിമന്യ പുള്ളിക്കൽ പിതാവും അത് പറഞ്ഞു. അതൊരിക്കലും ആർക്കും എതിരാവില്ല. അത് പൊതുസമൂഹത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന വിശാലമായ ഒരു മനസ്സ് മാത്രമേ ആകുന്നുള്ളൂ. നമുക്ക് നമ്മുടെ
നമ്മുടെ ആൾക്കാര് പല മേഖലകളിലും അവഗണിക്കപ്പെടുമ്പോൾ, നമ്മുടെയൊക്കെ ചെറുപ്പക്കാര് വിദേശങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അത് ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പിതാവേ, ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമോ? ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താ? ഇവിടെ സംവരണത്തിന് പുറകെ സംവരണം, പിന്നെ മറ്റ് രീതിയിലുള്ള നിയമനങ്ങൾ, വഴിവിട്ടുള്ള നിയമനങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒന്ന് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു പ്രത്യേക പശ്ചാത്തലം ഇവിടെയുണ്ട്. അതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെ പിള്ളേര് മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ ജോലി തേടി പോകുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അഭിമാനപൂർവ്വം സ്വന്തം നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആരെങ്കിലും സ്വന്തം നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുമോ? ഈ സമുദായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം, ഉദ്ഘാടനം നിർവഹിച്ച പാലാരൂപതയുടെ പ്രിയപ്പെട്ട പിതാവ്, തറയിൽ പിതാവിൻ്റെയും എൻ്റെയും പുളിക്കൽ പിതാവിൻ്റെയും ഒക്കെ ഗുരുഭൂതനായിരിക്കുന്ന അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവേ, കഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന ജോസ് പുളിക്കൽ പിതാവേ, AKCC ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, ഈ ഫൊറോനപ്പള്ളി വികാരിയച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ടെസ്സി ബിജു, പാലാരൂപത ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് വട്ടുകുളം, പാലാരൂപത പ്രസിഡന്റ് ശ്രീ ഇമ്മാനുവൽ നിധീരി, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒരു വലിയ സമ്മേളനമാണ് അരുവിത്തറ വല്യച്ഛൻ്റെ അങ്കണത്തിൽ ഇന്ന് അരങ്ങേറിയത്. മഴയുണ്ടായിട്ടും ധാരാളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ രൂപതകളിൽ നിന്ന് ഇവിടെ ഒഴുകിയെത്തി. നാം ഇവിടെ ശ്രവിച്ച പ്രഭാഷണങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചാണ്. ഒരു സമൂഹത്തിൻ്റെ സുസ്ഥിതി അഥവാ അതിൻ്റെ ക്ഷേമം എന്ന് പറയുന്നത് ആ സമൂഹം ദുർബലരോട് കാണിക്കുന്ന പരിഗണനയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വലിയ ഒരു ഉപമ സമരിയാക്കാരൻ്റെ ഉപമയാണ്. അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് സമുദായ ബോധത്തെക്കുറിച്ചും സുറിയാനി കത്തോലിക്കർക്ക് ഉണ്ടായിരുന്ന ഇനിയും ഉണ്ടാകേണ്ട സ്വത്വബോധത്തെക്കുറിച്ചുമെല്ലാം നമ്മളെ പ്രബോധിപ്പിച്ചു. അത് വലിയ പ്രചോദനം നമുക്ക് നൽകി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ കേരളത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ചവരെല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി. 2000 വർഷത്തെ മഹത്തായ വിശ്വാസ പാരമ്പര്യം പേറുന്ന വലിയൊരു ജനവിഭാഗമാണ് സുറിയാനി ക്രൈസ്തവർ എന്ന് നമുക്കറിയാം. ഈ സുറിയാനി ക്രൈസ്തവ പാരമ്പര്യം പേറുന്നവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് സുറിയാനി കത്തോലിക്കർ, സീറോ മലബാർ സഭ. സീറോ മലബാർ സഭയുടെ അൽമായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സംഘടനയാണ്. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഒരു സംഘടനയാണ്. വലിയ ഒരു വളർച്ച ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യമായിട്ട് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുവാനായി കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വേദിയിൽ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ മാസം
കേരളത്തിൻ്റെ വടക്ക് നിന്ന് ആരംഭിച്ച് തെക്കോട്ടെത്തിച്ചേർന്ന അതിജീവന യാത്ര മലയോര മേഖലയിൽ അതിജീവിക്കുന്ന കേരളത്തിലെ പ്രയാസപ്പെടുന്ന കർഷകരുടെ നിരവധിയായ ജീവിത പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ എത്തിക്കുവാനായിട്ട് വലിയ ശബ്ദമാകുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസിന് കഴിഞ്ഞു. ഈ പൊതുസമൂഹത്തിൽ കത്തോലിക്ക കോൺഗ്രസ് എടുക്കേണ്ട നിലപാടുകളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലികളും നമ്മുടെ സമൂഹത്തിലെ ദുർബലരായ ആളുകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയും ഇവിടെ തറയിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ മുന്നണികളും ഈ പ്രശ്നങ്ങളെല്ലാം തമസ്കരിക്കുമ്പോൾ അവരുടെയെല്ലാം മുന്നിൽ ചങ്കൂറ്റത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പലപ്പോഴും ഉറക്കം നടിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അടുത്ത കാലത്തായിട്ട് നമ്മുടെ കത്തോലിക്കരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോക നഴ്സസ് ദിനമാണ്. കേരളത്തിൽ നിന്ന് 18 ലക്ഷത്തോളം നേഴ്സുമാരുണ്ട് എന്നാണ് കണക്ക്. 18 ലക്ഷത്തോളം നേഴ്സുമാർ. ഒരിക്കലൊരു പ്രമുഖ സെലിബ്രിറ്റി പറയുകയുണ്ടായി, ഞാൻ പാലാക്കാരിയാണ്, എനിക്ക് 2 ഓപ്ഷനാണ് എൻ്റെ മുന്നിലുള്ളത്, ഒന്നെങ്കിൽ നേഴ്സ് ആവുക അല്ലെങ്കിൽ കന്യാസ്ത്രീ ആവുക. അത് രണ്ടും അവരായില്ല. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ കേരളത്തിൽ നേഴ്സിംഗ് കൊണ്ടുവന്നത്? നേഴ്സിംഗ് കൊണ്ടുവന്നത് കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ഇടപെട്ടതിൻ്റെ പ്രകാരം ഇറ്റലിയിൽ നിന്ന് വന്ന കന്യാസ്ത്രീകളാണ് ഈ കേരളത്തെ നേഴ്സിംഗിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. ഈ കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയേറിയ കർഷകരാണ് വയനാട്ടിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും ഇടുക്കിയിലും മറ്റ് പ്രദേശങ്ങളിലുള്ള കർഷകർ വലിയ വിഭാഗം ഇവിടെ നിന്ന് കുടിയേറിയവരാണ്. ഈ കുടിയേറിയ ജനത പോയ സ്ഥലങ്ങളിലെല്ലാം ആദ്യം സ്ഥാപിച്ചത് പള്ളിയല്ല, സ്കൂളാണ്. ഈ കേരളത്തിൽ SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടിയത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പാലാ പ്രദേശമാണ്. എന്തുകൊണ്ടാണിത്? ഇത് സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികന്മാരും അവരുടെ പിന്മുറക്കാരായ ഇന്നത്തെ സഭാ നേതാക്കന്മാരും വൈദികരും അൽമായ നേതാക്കന്മാരും എല്ലാം എന്താണ് ജനതയുടെ ആവശ്യം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണിതെല്ലാം. പ്രിയപ്പെട്ടവരെ, സഭ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുവാനും ജനങ്ങളുടെ ഉറക്കം നടിച്ചു കിടക്കുന്ന അവരുടെ ആ അവസ്ഥയിൽ നിന്ന് അവരെ ഉണർത്തിക്കൊണ്ട് യഥാർത്ഥ ജീവിതാവസ്ഥയെക്കുറിച്ച്, അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, അവർ അകപ്പെടുവാനിരിക്കുന്ന ഭയാനകമായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരാക്കുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആശംസിക്കുന്നു. ഈ വലിയ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച പാലാരൂപതയുടെ പ്രവർത്തകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയും AKCCയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി പൊതുസമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്.